ബ്രൗൺ സ്കിൻ ടോൺ എങ്ങനെയായിരിക്കും, പിന്നെ ഫെയർ ആയിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല, ഒരു ഹെയർ കളറിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ കളറ്. ഇത് സ്ട്രിക്സിൻ്റെ ക്യാപ്പച്ചിനോ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഹെയർ ഹൈലൈറ്റർ കിറ്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് കളർ ചെയ്യേണ്ട ആ സമയത്ത് ഞാൻ വാങ്ങിച്ച ഒന്നായിരുന്നു കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തില്ല, ഇതിനെ വാങ്ങിച്ച തന്നെയായിരുന്നു, അവൻ യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതിപ്പം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സ്പയർ ഒന്നും ആയിട്ടില്ല, 2028 വരെ ഉണ്ട്. അപ്പോൾ ഇത് പണ്ടത്തെ ആ സ്ട്രിക്സ് ഇല്ല, അതിപ്പോൾ അവൈലബിൾ അല്ല, അതിന് പകരമായിട്ടുള്ളതാണ്. ഇത് കുറച്ച് വില കൂടുതലാണ്. ഇത് 220 ഇതിന് വരുന്നത്, മറ്റതിന് 100 സംതിങ് എന്താണ് വരുന്നത് ഇപ്പം. പക്ഷേ അതിൻ്റെ വേറെ കളേഴ്സ് കിട്ടും, ബ്ലൂ, ഗ്രീൻ അങ്ങനത്തെ കിട്ടും. ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഇതുപോലെ ബ്ലോണ്ട്, സോഫ്റ്റ് ബ്ലോണ്ട് അങ്ങനെയൊന്നും കിട്ടില്ല. അതുപോലെ ഇതാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതല്ല, ഒരു കടയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനിലും ഇത് കിട്ടും, സെയിം റേറ്റ് തന്നെ, ചിലപ്പോൾ ഡെലിവറി ചാർജ് വരുമായിരിക്കും, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പുറത്ത് ബ്ലോണ്ടിങ് ലെവൽ കൊടുത്തിട്ടുണ്ട്, ഈ കളറിൻ്റെ ബ്ലോണ്ടിങ് ലെവൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഇതാണെങ്കിൽ ഇതായിരിക്കും അച്ചീവ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ പഴയതിൽ ബ്ലോണ്ട് മാത്രമേ വരത്തുള്ളൂ, അതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ ഇതായിട്ട് കളറിന് വേണ്ടി വരില്ല. ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് വരുന്നുണ്ട്, കാരണം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് എനിക്കറിയാം. ഇതിൻ്റെ അകത്ത് വരുന്നത് സ്റ്റെപ്പ് 1 ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലോണ്ടർ പൗഡറാണ് വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടല്ല ഞാൻ കളർ കൊടുക്കാൻ പോകണം, ഡയറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യില്ല കേട്ടോ, ഇത് ബ്ലോണ്ടർ പൗഡറാണ്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഇത് ഡെവലപ്പറാണ്. പിന്നെ ഒന്ന് കളർ ആൻഡ് ക്രീമാണ് കേട്ടോ. ഇതാണ് മെയിനായിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യാൻ പോണേ, ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ 2 വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബ്രഷ് വരുന്നുണ്ട്. നമ്മുടെ മറ്റൊരു റൗണ്ട് ആയിട്ടുള്ള ബ്രഷ് ആയിരുന്നില്ലേ, ഒരു റൗണ്ട് ടൈപ്പ്, മുടിയിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഫുള്ളും മുടിയൊക്കെ പോകും. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്തൊരു കണ്ടീഷണർ വരുന്നുണ്ട്, കണ്ടീഷണർ കേട്ടോ. യെസ്, കണ്ടീഷണർ വരുന്നുണ്ട്. മറ്റതിൽ ചെറുതാണെങ്കിലും 2 കണ്ടീഷണർ എന്തോ വരും, ഇതിൻ്റെ അകത്ത് ഒന്നേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ കാർഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് അവരുടെ ലുക്സ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റർ കിറ്റിൻ്റെ അകത്ത് ഏതൊക്കെ കളേഴ്സ് വരും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് സ്കിൻ ടോണും വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൗൺ സ്കിൻ ടോൺ എങ്ങനെയായിരിക്കും, പിന്നെ ഫെയർ ആയിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇതിൽ ഞാൻ എടുത്തത് ക്യാപ്പച്ചിനോ ബ്രൗൺ ആണ്, ഇതാണ് കേട്ടോ, ദിസ് വൺ. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഈ കളർ വരുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇതല്ലല്ലോ ഹൈലൈറ്റ് ചെയ്തിട്ടല്ല ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ കളേഴ്സ്, ഈ ബ്ലൂ, പർപ്പിൾ, വയലറ്റ് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ എന്തായാലും ഹൈലൈറ്റ് ചെയ്താലേ നമ്മൾ ഹെയറിൽ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഞാനിത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. സാധാരണ നോർമലായിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് ചിലപ്പോൾ സൺലൈറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും അറിയാൻ പറ്റുക. അങ്ങനത്തെ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇതിലല്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം കേട്ടോ. അറിഞ്ഞില്ല. ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 3 പാക്കറ്റെങ്കിലും വേണ്ടി വരും. ഇപ്പം ഷോർട്ടാണ്, ഇപ്പം ഹൈലൈറ്റ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ ഇതിൻ്റെ ഷോർട്ട് ഹെയറാണ്, നല്ല ഷോർട്ട് ഹെയറാണ്. അപ്പോൾ ഇതിന് ധാരാളമായിരിക്കും. ചേഞ്ചായി വരുന്നുണ്ട് കളറ്. അത് പർപ്പിൾ കളറായിട്ടുണ്ട് കേട്ടോ, പർപ്പിൾ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മെറ്റലായിട്ടുള്ള ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഇത് തന്നെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ ഒരുപാട് തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എടുക്കരുത്, കുറച്ച് കട്ടി വേണം. ഇത് നമ്മൾ പണ്ട് എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല.
അപ്പോൾ ഞാനത് ഹെയർ കളറിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഹെയർ കളർ ചെയ്യുമ്പോൾ അതൊക്കെ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു പഴയ തുണി വല്ല ഇട്ടുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ ഒരുപാട് ടീഷർട്ട് ഞാൻ ഫസ്റ്റ് ഹെയർ കളറിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരുപാട് ടീഷർട്ട് ഇങ്ങനെ ബ്ലീച്ചായി പോയിട്ടുണ്ട് കേട്ടോ, ബാക്ക് സൈഡ് ഫുള്ള്. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ ആവശ്യമില്ലാത്ത തുണി എടുക്കുക. ഞാനങ്ങനെ ഏതുവിനെ ഒരു പഴയ ഒരു ഷർട്ട് ഇട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണിയിലോട്ട് കിടക്കാം. അപ്പോൾ ഐശ്വര്യമായിട്ട് എൻ്റെ പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഏത് ഭയങ്കര എക്സൈറ്റഡ് ഒന്നുമല്ല, കാരണം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഹെയർ കളറിംഗ് ഒന്നുമല്ല. അതിന് മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ പൊതുവേ വിചാരിച്ചു അവൻ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് ഇപ്രാവശ്യം ഹൈലൈറ്റ് കൊടുക്കണ്ട, എപ്പോഴും അതല്ലേ ചെയ്യണേ, ഒരു സോഫ്റ്റായിട്ട്. പക്ഷേ കളർ ചെയ്തിട്ടുണ്ട്, പക്ഷേ കളർ ചെയ്തിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ ചെയ്യത്തില്ലേ, ഈ നമ്മൾ ഹെന്ന അല്ല, ഈ ഗോദ്രേജിൻ്റെയൊക്കെ ഒരു കളറില്ലേ നമ്മൾ വാങ്ങിച്ച് മുടിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് കളർ വരത്തില്ല. പക്ഷേ നമ്മൾ വെയിലത്തോ അല്ലെങ്കിൽ എനിക്കാണ് ബർഗണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പൊതുവെ പറയണം, ഇങ്ങനെ ചില ഹെയർ കളർ ഭയങ്കര മൈൽഡായിരിക്കും. അതുപോലെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് എനിക്കറിയില്ല, ഞാൻ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം ഈ കളർ നമ്മൾ വാങ്ങിയപ്പോൾ ചെയ്തിട്ടുള്ളതെല്ലാം ഹൈലൈറ്റർ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതായത് നമുക്ക് ബ്ലോണ്ട് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. അതിനകത്ത് ഈ നമ്മൾ ഇതിൽ പറയുന്ന പോലെ കളറഞ്ചോ അല്ലെങ്കിൽ തന്നെ ബ്ലോണ്ട് പൗഡറോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. ബ്ലോണ്ട് പൗഡർ മെയിനായിട്ട് വരുന്നത് നമുക്ക് ബ്ലീച്ച് ചെയ്തിട്ട് നമ്മൾ ഏതാണോ കളർ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ മുമ്പത്തേലൊക്കെ ഒരു ബ്ലോണ്ട് പൗഡർ എന്ന് പറഞ്ഞ സാധനം മാത്രമേ ഉണ്ടായിരുന്നു ഹൈലൈറ്റിന് വേണ്ടിയിട്ട്. മറ്റേ സോഫ്റ്റ് ബ്ലോണ്ട് അങ്ങനത്തെ സംഭവമില്ല, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഇതിൽ ഞാൻ ഗ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ പാക്കറ്റിൽ ഗ്ലൗസ് വരും. പക്ഷേ ഞാനത് വേറെ എന്തോ ആവശ്യത്തിന് എടുത്തു, അത് മിസ്സായിപ്പോയി. ഇപ്പോൾ കളറിങ് ഒക്കെ കഴിഞ്ഞു. നമുക്കൊരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റ് അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഹീറ്റ് കിട്ടും, അപ്പോൾ കുറച്ചും കൂടെ കളർ വർക്കാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ അലുമിനിയം ഫോയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ അത് കുറച്ചും കൂടെ ഇതിനെയും കാട്ടി കുറച്ചും കൂടെ വർക്കാവും. അത് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൈലൈറ്റിന് വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റർ ചെയ്യത്തില്ലേ മുടിയിൽ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സമയത്തായിരുന്നു ഒരു ഡെലിവറി വന്നത്. പിന്നെ അതിൻ്റെ പുറകിലായിരുന്നു കേട്ടോ, മിഠായി വേണം അല്ലെങ്കിൽ അത് വേണം, അവൻ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. മുൻപൊക്കെ ഇതുപോലെ എന്തെങ്കിലും ചോക്ലേറ്റ്സ് കിട്ടിയാൽ അതിൻ്റെ റാപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് കൊണ്ട് തരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലാം ഭയങ്കര പ്രോ ആയിട്ടുണ്ട്. കഴിക്കുന്നുണ്ടോ, അതെന്തിനെന്ന് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചു കളഞ്ഞാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്ത് ഇടുന്നതാണ്. ആ മിഠായി കഴിയുമ്പോൾ എക്സ്പ്രഷൻ കണ്ടോ, അതായത് ഇനിയും എങ്ങനെ കിട്ടും. പിന്നെ മിഠായി മാത്രമല്ല കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് എന്ത് ആസ്വദിച്ച് എൻ്റെ കുഞ്ഞ് കഴിക്കുന്നതെന്ന് കണ്ടോ, എന്ത് ആസ്വദിച്ച്. അവനിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കൊടുക്കുന്ന ഫുഡൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇതുപോലെ ഉറക്കം വരുന്ന രീതിയിലാണ് എന്താണ് സംഭവം എന്ന് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ സ്നാക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കളർ ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം കൊണ്ടൊന്ന് വാഷ് ചെയ്ത് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, വീഡിയോ ക്ലിപ്പാണ്. അവൻ മെയിനായിട്ട് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കണ്ടീഷണർ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ലൈറ്റിൽ നിർത്തിയെടുക്കുമ്പോൾ ഉള്ളതാണ്, കാരണം അവൻ്റെ ഹെയർ അങ്ങനെ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നുണ്ട്. ഈ കളർ നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്, കാരണം ആ ടിപ്പിലൊക്കെ, ആ ഹെയർ ടിപ്പിലൊക്കെ ഇങ്ങനെ ആ കളർ വന്ന് കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Keep it low key, keep it softly spoken, with no strings tied.